PR-ന്റെ മാറ്റം എന്ന് പറയുമ്പോൾ ഈ പറക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് എംപ്ലോയർക്കാണ്. ഈ 3 രാജ്യമാണ് കറന്റ്ലി ഇപ്പം ഇമിഗ്രേഷൻ റെസ്ട്രിക്ഷനിൽ വന്നിരിക്കുന്നത്. അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും തന്നെ ന്യൂസുകളിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. ലേബർ പാർട്ടി വിജയിച്ചു. ഇനി ലേബർ പാർട്ടി നമ്മുടെ UK ഗവൺമെൻറ് അല്ലെങ്കിൽ UK ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന പുതിയ നിയമങ്ങൾ, അതിനെയൊക്കെ പറ്റിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ UK-ലെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലെ തന്നെ ഏറ്റവും വലിയ ന്യൂസുകളിലൊന്നായ BBC ന്യൂസ് അതിൻ്റെ കുറച്ച് പ്രപ്പോസൽസ് ഇതൊക്കെ ആയിരിക്കാം വരാൻ പോകുന്നത്. അതായത് ഒരു സാധനം പെട്ടെന്നൊരു ഇടുത്തി നമ്മുടെ തലയിൽ വീഴുന്നതിലും നല്ലതെന്ന് പറയുവാണെങ്കിൽ കുറച്ച് ന്യൂസൊക്കെ കേട്ട് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, ഇതൊക്കെ നമ്മളെ ഒന്ന് ധരിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഉചിതമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ BBC ഒരു കുറച്ച് പ്രപ്പോസൽസ് പറയുന്നുണ്ട്. അതായിരിക്കാം നമ്മുടെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറുമായിട്ട് ചേർന്ന് വരാൻ പോകുന്ന UK-യുടെ പുതിയ നിയമങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ആ ന്യൂസൊക്കെ കേട്ടതും ബാക്കി പല യൂട്യൂബ് വീഡിയോസ് കണ്ടതുമായിട്ട് നമുക്ക് മനസ്സിലായതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് തന്നെ പറയേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ ഞാൻ വന്നതിന് ശേഷം, അതായത് ഒരു 2020 മുതൽ നമ്മുടെ UK ഗവൺമെൻറ് ഇമിഗ്രൻസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയൊരു മാറ്റമായിരുന്നു സാലറി ത്രെഷോൾഡ് ചേഞ്ചൊക്കെ. ഇപ്പോൾ വേറൊരു സംഭവം വരികയാണ്, നമ്മൾ ഓവർസീസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ മൈഗ്രൻറ്റിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു ജോലിക്ക് കയറ്റുന്ന കാര്യം വരുവാണല്ലോ. നമ്മൾ എൻ്റെ ഓഫീസിൽ തന്നെ കുറേ പേര്, ഫോർ എക്സാമ്പിൾ വർക്ക് വിസയിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത കുറേ പേരുണ്ട്. ഇനി അങ്ങനെയുള്ള നിയമങ്ങൾ അവർ കർശനമാക്കാൻ പോവാണ്. അതായത് ആ സ്കില്ലിലോട്ട് ഓൾറെഡി ഇവിടെ ഉള്ള UK സിറ്റിസൺസോ അല്ലെങ്കിൽ EU കൺട്രീസിലുള്ളവരെയോ പരിഗണിച്ചതിന് ശേഷം മാത്രം വെളിരാജ്യത്തു നിന്നുള്ള ഇമിഗ്രൻസിനെ റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈഗ്രേറ്റ് ചെയ്യിച്ച് കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊരു നിയമമാണ് ഇനി വരാൻ പോകുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെയുള്ള നാഷണൽസിന് കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ സ്കില്ല് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻ്റർനാഷണൽ വർക്കർക്ക് സ്കിൽ വർക്ക് വിസ കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് എംപ്ലോയേഴ്സിന് നമ്മളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഈ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് IT സെക്ടറിലുള്ളവരെയാണ്. അപ്പോൾ IT എന്ന് പറയുമ്പോൾ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ആൾക്കാരാണ്. വല്ലാത്തൊരു രീതിയിലുള്ളൊരു ഇതാണ് ഉണ്ടാവുന്നത്. അതായത് ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കേട്ട ഒരു കാര്യമായിരുന്നു ഈ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. അതായത് പെർട്ടിക്കുലർലി കെയർ ഹോംസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 12.2 എന്നുള്ള സാലറി മാറി 12.82 എന്നുള്ള സാലറി ഉണ്ടെങ്കിൽ മാത്രമേ COS ഇനി മുതൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കുറേ പേർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, റിന്യൂ ചെയ്യുന്നവർക്കും ഈ ഒരു പ്രശ്നം വരുമെന്ന്. എല്ലാവർക്കും തന്നെ ഈ പ്രശ്നം വരും. ഇതുപോലെ തന്നെ ഈ ഹെൽത്ത് കെയറിലുള്ളവർക്ക് വേറൊരു പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി മുതൽ പുതിയ ഹെൽത്ത് കെയറിലോട്ട് ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യുന്നില്ല, ഓവർസീസ് വർക്കേഴ്സിനെ. അതായത് നാട്ടിൽ നിന്ന് ഹെൽത്ത് സെക്ടറിലോട്ട് നമുക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു വിസയിൽ. അതായത് UK ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഓൾറെഡി UKയിലുള്ളവരെ ഹെൽത്ത് സെക്ടറിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്കില്ല് അവർക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഓൾറെഡി UKയിലുണ്ട് പല കാരണത്താൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് സ്കില്ല് കൊടുത്ത് അവരെ ആ ഹെൽത്ത് കെയറിലോട്ട് അല്ലെങ്കിൽ ആ ജോലിയിലോട്ട് മാറ്റുക. ഈ ഒരു സംഭവത്തിലോട്ടാണ്. അതായത് ഇനിയും ഓവർസീസിൽ നിന്ന് ആൾക്കാരെ അവർ പരിഗണിക്കുന്നത് വളരെ കുറവാക്കാനാണ് സാധ്യത. ഏറ്റവും വലിയൊരടി, അതായത് ഹെൽത്ത് സെക്ടർ എന്നില്ല, എൻജിനീയറിംഗ് എന്നില്ല, ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരെയും ബാധിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ് PR. ഓക്കെ, ഈ PR-ന്റെ മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രപ്പോസൽ അനുസരിച്ച് കുറേ മിസ്ലീഡിങ് ആയിട്ടും അറിയില്ല എന്തുകൊണ്ടാണ് അത് അങ്ങനെയെന്ന്. കാര്യം കൃത്യ ഒരു നിയമം വരാത്തതുകൊണ്ടാണ് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കറൻ്റ്ലി ഇപ്പം 5 വർഷം നമുക്ക് വർക്ക് പെർമിറ്റിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് PR-ലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇനിയും വരാൻ പോകുന്ന പ്രപ്പോസൽ അനുസരിച്ച് ഈ 5 വർഷം എന്നുള്ളത് ചിലപ്പെങ്കിൽ അതൊരു 10 വർഷം വരെ ആവാൻ സാധ്യതയുണ്ട്. അതായത് ഓൾറെഡി വർക്ക് വിസയിൽ നിൽക്കുന്നവരെ അത് ബാധിക്കില്ലയോ അങ്ങനൊന്നും പറയുന്നില്ല. ഇനിയും മുതൽ വർക്ക് പെർമിറ്റിൽ 10 വർഷം തികച്ചെങ്കിൽ മാത്രമേ നമുക്ക് PR-ലോട്ട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ഇത് പ്രഡിക്ഷൻസ് ആണ്. പ്രത്യേകിച്ചും നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ BBC പ്രഡിക്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. BBC കുറച്ച് നാളുകൾക്ക് മുന്നേ BBC ഇതുപോലെ പല കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയും ആ രീതിയിൽ തന്നെ അവർ പറഞ്ഞ എന്താണോ ആ രീതിയിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതും ചിലപ്പെങ്കിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. വിത്തിൻ 1 month or 2 months നമുക്കിത് കറക്റ്റ് സ്ഥിരീകരിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ PR-ലോട്ടുള്ള നമ്മുടെ ശരിക്കുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു 5 കൊല്ലം ഇവിടെ തികയ്ക്കുക,
വർക്ക് വിസയിൽ തികയ്ക്കുക. ഇപ്പം ഞാനൊരു സ്റ്റുഡൻറ്റ്, എന്നെ പോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന പലരും ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത പല ജോലികളും വർക്ക് പെർമിറ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു വെയിറ്ററായിട്ട് നമ്മൾ കയറി, അവിടെ തന്നെ അവർ നമ്മൾ വർക്ക് പെർമിറ്റ് തന്നു, ഓക്കെ, അതൊരാൾ. അതുപോലെ കെയർ ഹോമിൽ കെയർ വർക്കറായിട്ട് കയറി 5 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് തന്നു. ഇതെല്ലാം തന്ന് നമ്മളതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 5 കൊല്ലം കഴിയുമ്പോൾ നമുക്കൊരു PR കിട്ടുന്നു. അതിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു കഷ്ടപ്പാട് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കായിട്ട് എന്തെങ്കിലും, ഒന്നെങ്കിൽ നമുക്കായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ ചെയ്യാം. അപ്പം അതായത് നമുക്ക് പിന്നെ ഇത് വേണ്ട എന്നാണ്, വിസയും റെസ്ട്രിക്ഷൻസും ഒന്നുമില്ല. PR ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു പെർമനൻറ്റ് റെസിഡൻ്റ് ആയി നമുക്കിവിടെ പല കാര്യങ്ങളും നമുക്ക് ഫ്രീഡം ഉണ്ടാവുകയാണ്, നമുക്ക് പല ബെനിഫിറ്റ്സും ഉണ്ടാവും, നമുക്ക് പല കാര്യങ്ങളും ഫ്രീഡം ഉണ്ടാവും. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ PR-നെ ബാധിക്കുമോ, അത് PR-നെ ബാധിക്കുമോ, അങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സ് ഉൾപ്പെടെ നമുക്കറിയാവുന്ന എല്ലാവരും ഒരു മുട്ടുസൂചി അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെക്കണേ തന്നെ എല്ലാവരും ഒന്ന് ഓർക്കും, ഇത് നമ്മുടെ PR-നെ ബാധിക്കുന്ന പ്രശ്നമാണോ എന്ന്. ഈ 5 വർഷം എന്നുള്ളത് ഒരു 10 വർഷം ആക്കി കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്ര പേര് ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കും, എത്ര പേര് ഇനി ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യപ്പെടും. എല്ലാവരും ഈ PR എന്നുള്ള സ്വപ്നം ഒരു വലിയ വിദൂരത്തിലോട്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെ വേറൊരു സീനും കൂടെ ഉണ്ട്. ഈ PR 5 നിന്നും 10 ആക്കുന്നതിൽ വർക്ക് പെർമിറ്റ് തരുന്ന ഏജൻസീസ് അല്ലെങ്കിൽ കമ്പനീസും ഒരു വലിയ റോള് വഹിക്കുന്നെന്നാണ് നമുക്കിപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ. ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളൊരു കമ്പനിയിൽ 5 വർഷം വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കെയർ ഹോമിൽ 5 വർഷം വർക്ക് ചെയ്യുന്നു. നമ്മളവിടെ അവിടുത്തെ എല്ലാ സ്കില്ലും നമുക്ക് പഠിക്കാൻ പറ്റും ആ ടൈം കൊണ്ട്. കെയർ ഹോമിലാണെങ്കിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്യാനറിയാം, എല്ലാം ഓക്കെയാണ്, അവരാണ് നമ്മുടെ വിസ എല്ലാം ഓക്കെ ആക്കുന്നത്. ഈ 5 വർഷം കഴിഞ്ഞ് PR കിട്ടുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുമോ? ഒരിക്കലും ഇല്ല. അവർ പുതിയ ഓപ്പർച്യൂണിറ്റി തേടി പോവും. പിന്നെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വിസ ചോദിക്കണ്ട, നമുക്ക് വിസ ഫ്രീഡം ഉണ്ട്. ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലാണെങ്കിലും വിസ നമുക്ക് വേണ്ട. നമുക്കിവിടെ പല സ്ഥലത്തും നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ ക്രാക്ക് ചെയ്താലും നമുക്ക് അത് മുന്നോട്ട് നമുക്ക് സക്സസ് ആവാത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് വിസ ഇല്ല, നമ്മളൊരു UK സിറ്റിസൺ അല്ല, അല്ലെങ്കിൽ EU സിറ്റിസൺ അല്ല, നമുക്കിവിടെ നിൽക്കണമെങ്കിൽ വിസ വേണം. അപ്പോൾ ഈ വിസ എന്ന് പറയുന്നത് വേണ്ടാതാവുന്ന ഒരു സംഭവമാണ് PR. 5 കൊല്ലം കഴിഞ്ഞിട്ട് PR വേണ്ടാന്നൊരവസ്ഥയായി കഴിയുമ്പോൾ നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടി നമ്മൾ പറക്കും. ഈ പറക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് എംപ്ലോയർക്കാണ്. അതായത് നമ്മളെ റിക്രൂട്ട് ചെയ്ത എംപ്ലോയർ നമ്മൾ പിന്നെ അവിടെ നിന്നാലേ അവർക്ക് നമ്മളെ കൊണ്ട് ഉപയോഗമുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പുതിയൊരാളെ ഇവർ ഒന്നേന്നും പറഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം, അവരുടെ വിസ ഇഷ്യൂ ചെയ്യണം, അവരെ പഠിപ്പിച്ചെടുക്കണം. അപ്പം അതൊരു വലിയൊരു സംഭവമായിട്ട് മാറും. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൻ്റെ ഭാഗമായിട്ട് അടുത്ത വരാൻ പോകുന്നത് ഇംഗ്ലീഷ് ടെസ്റ്റാണ്. ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി, കാനഡയിലോട്ടൊക്കെ നമുക്കൊരു ജോബല്ല, നമ്മൾ പഠിക്കാനായിട്ട് പോകണമെങ്കിൽ തന്നെ IELTS വേണം. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല, ആർക്ക് വേണേലും വരാം. ജസ്റ്റ് നമ്മൾ ഏജൻസിക്കാർ പറയുന്ന പോലെ ഒരു മിനിമം 55% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UK എത്തി ഇവിടെ UK പഠിക്കാം, പാർട്ട് ടൈം ചെയ്യാം, ലോൺ അടച്ചു തീർക്കാം, നമുക്ക് ഫീസ് അടയ്ക്കാം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിലൂടെ അവർ വരുത്താൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ആയിരിക്കണം. അതായത് A-level എന്ന് പറയുന്ന ഒരു കാറ്റഗറി, GCSE ലെവലുണ്ട്, A-level ആ A-level കാറ്റഗറിയിൽ നമ്മൾ പ്രൊഫഷൻ ആയെങ്കിൽ മാത്രമേ നമുക്കിനിയും വർക്ക് പെർമിറ്റ് ആട്ടെ, സ്റ്റുഡൻറ്റ് വിസ ആട്ടെ, അങ്ങനെ എല്ലാ വിസയിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും ഇനി മുതൽ. ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൻ്റെ ഭാഗമായിട്ട് 3 രാജ്യത്തു നിന്നുള്ള നാഷണാലിറ്റികൾക്ക് വിസ റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ, നൈജീരിയ, ശ്രീലങ്ക. ഈ 3 രാജ്യത്തു നിന്നുള്ള ആർക്കും, അതായത് സ്റ്റുഡൻറ്റ് വിസ ആകട്ടെ, ഡിപ്പെൻഡൻറ്റ് വിസ ആകട്ടെ, അല്ലെങ്കിൽ വർക്ക് വിസ ആകട്ടെ, എല്ലാത്തിലും ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഈ 3 രാജ്യമാണ് കറൻ്റ്ലി ഇപ്പം ഇമിഗ്രേഷൻ റെസ്ട്രിക്ഷനിൽ വന്നിരിക്കുന്നത്. ഈ പട്ടിക നീളാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിൽ ഇന്ത്യ ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അത്രയും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം BBC-യുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ച് ഇത്രയും പ്രഡിക്ഷൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇളവ് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരെയും ഇനി വരാനിരിക്കുന്നവരെയും നല്ലപോലെ ബാധിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇറ്റ്സ് മീ ഭീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.